ലോകത്ത് മുഴുവൻ വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമായി അള്ളാഹു നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ നിയോഗിച്ച ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, ഒരുപാട് പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട്, ഋഷിവര്യന്മാർ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് മെസ്സഞ്ചർമാർ നമുക്ക് മുൻകാലങ്ങളിൽ തന്നെ കടന്നുപോയി നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ ഇസ്ലാമിന്റെ അധ്യാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ 1400 വർഷങ്ങൾക്ക് മുമ്പ് 1,00,000 ചില്ലാനം പ്രവാചകന്മാർ, ദൈവദൂതന്മാർ കടന്നുവെങ്കിൽ ആ കടന്നു വന്നതിൽ അവസാനമായി കടന്നു വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായുള്ള പ്രവാചകനല്ല, മറിച്ച് സകല ചരാചരങ്ങൾക്കും കാരുണ്യമായി കൊണ്ടല്ലാതെ പ്രവാചകനെ നിങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞെങ്കിൽ നമുക്ക് മാത്രമല്ല മനുഷ്യർക്ക് മുഴുവനും കാരുണ്യമാണ് ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, എന്റെ അനുഭവത്തിലൂടെ ഞാൻ ഓർക്കാറുണ്ട്. കാരണം നമ്മുടെയൊക്കെ അജ്ഞനാണ്. അറിവ് നേടാൻ നമുക്ക് സാധിക്കാതെ പോവുകയോ അല്ലെങ്കിൽ അറിവുള്ള സദസ്സുകളെ ഉപയോഗപ്പെടുത്തുകയോ അറിവുള്ള മേഖലയെ അത് നമ്മൾ ഉപയോഗപ്പെടുത്തി അറിവ് നേടാൻ ശ്രദ്ധിക്കുകയോ ചെയ്യാത്തതിന്റെ പരിണത ഫലം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ എന്താണ് ആ പ്രവാചകന് പറയാനുണ്ടായിരുന്നത്? എന്താണ് ആ പ്രവാചകന്റെ വ്യക്തിത്വം? എന്താണ് ഈ ആക്ഷേപത്തിലുള്ള മറുപടി? ഇത് മുസ്ലിമായി ജനിച്ച പ്രവാചകനെ സ്നേഹിക്കുന്ന അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്ന അത് പൂർത്തിയാക്കി നമുക്ക് ആ പ്രവാചകനെ കുറിച്ച് അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂനതയായിട്ടാണ് നാം അത് കണക്കാക്കേണ്ടത്. ഈ ഉള്ളവൻ ഞാൻ തന്നെ മുമ്പ് ഒരു ജാഹിലിയത്തിലായിരുന്ന സമയത്ത്, അഥവാ ഈ അടുത്ത കാലത്ത് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, ഒരു സിനിമ ആക്ടർ സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു ആക്സിഡന്റിൽ. ഞാനും അദ്ദേഹവും ഒരേ സമയത്ത് മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു സീരിയലിലേക്ക്. ആ സീരിയലിൽ അഭിനയിക്കുന്ന സമയത്ത് അന്ന് മെരിലാൻഡ് സ്റ്റുഡിയോ എന്നൊരു സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു നമ്മുടെ ആ പ്രോഗ്രാം നടന്നത്. ആ സമയത്ത് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ട അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ബാങ്ക് വിളി കേട്ട സമയത്ത് ഈ മരണപ്പെട്ട മനുഷ്യൻ അദ്ദേഹം അവിടെ ഇരുന്ന് പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഈ ബാങ്ക് വിളിയുടെ കഥ എന്താണ് എന്ന്? അന്ന് കൂടിയ മുസ്ലിങ്ങളായ പല ആളുകളുമുണ്ട്, ഞാനുമുണ്ട്. ആ സമയത്ത് പറഞ്ഞാണ്, കാരണം പണ്ട് ഒരു രസത്തിൽ അന്ന് പറഞ്ഞു പോയതാണ് എങ്കിലും നമുക്ക് വേദന ഇളവാക്കുന്നതാണ്. അയാൾ പറഞ്ഞത് പണ്ട് അള്ളാഹുവും ഗണപതിയും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി. ആ ഫൈറ്റ് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഈ അള്ളാഹുവിന്റെ ഇടിയേറ്റ് ഗണപതി എവിടെയോ തെറിച്ചു പോയി. പിന്നീട് എവിടെ നിന്നൊക്കെയോ കാലങ്ങൾക്ക് ശേഷം ഗണപതി തിരിച്ചു വന്നു, ഒരു കൊമ്പ് മുറിഞ്ഞവനായി. എന്നാൽ തിരിച്ച് ഗണപതി ഒരു ഇടി ഇടിച്ചപ്പോൾ അള്ളാഹു എവിടെയോ തെറിച്ചു പോയി. പക്ഷെ ഇന്നും അള്ളാഹിനെ കണ്ടെത്തിയില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അല്ലാഹു അക്ബർ വിളിക്കുന്നതിന് മുമ്പിൽ ആ ഒരു സെറ്റിൽ വെച്ച് ആക്ഷേപിച്ചു. മാത്രമല്ല, ആ സമയത്താണ് ഞാൻ പറഞ്ഞ ഒരു പ്രവാചകനെ ആക്ഷേപിക്കുമ്പോൾ ആ ആക്ഷേപിക്കുന്നതിന് ഒരു കഴമ്പുണ്ടാകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അന്ന് അദ്ദേഹം പറയണത്, എങ്ങനെയാണ് ഇദ്ദേഹം ഒരു കരുണക്കടലാവുക? 6 വയസ്സായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച ആ വ്യക്തി എങ്ങനെയാണ് മാതൃകയായി മാറുക? യുദ്ധക്കൊതിയനായ യുദ്ധം മാത്രം മുതലാക്കിക്കൊണ്ട് നടന്ന ഒരു ചോരക്കൊതിയനായ ആ മുഹമ്മദ് എങ്ങനെയാണ് ഒരു കാരുണ്യത്തിന് പ്രവാചകനായി മാറുക? അന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി പറയാൻ ഇല്ലായിരുന്നു. ഇന്ന് ഈ അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പലരുടെയും അവസ്ഥ ഇതാണ്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ന് ആക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവാചകനെതിരെ ഒരു കാര്യം പറയുമ്പോൾ അത് ബുഖാരിയിലില്ലേ, അത് ഹദീസിലില്ലേ, അത് ഖുർആന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ എന്ന് പറയുമ്പോൾ ആണോ അല്ലയോ എന്ന് നമുക്ക് മറുപടി പറയാൻ പറ്റിയില്ല എങ്കിൽ നാളെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരലോകത്ത് വെച്ച് കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അന്ന് എന്താണ് ഞാൻ എന്റെ പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് പ്രവാചകന്റെ വ്യക്തിത്വത്തെ മറ്റുള്ളവർക്ക് തിരുത്തി കൊടുത്തത് എന്നൊരു ചോദ്യത്തിന് മുകളിൽ ഉത്തരം പറയാൻ എനിക്ക് സാധിക്കുമോ? നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. നമ്മൾ സ്വയം ആലോചിക്കേണ്ടതുണ്ട്, അല്ലേ? കാരണം പ്രവാചകൻ കരുണക്കടലാണ് എന്നൊരു വിഷയം ഇവിടെ സെലക്ട് ചെയ്യുമ്പോഴും ആരാണ് പ്രവാചകൻ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അന്ന് എനിക്ക് പറയില്ലായിരുന്നു എന്ത് മറുപടി കൊടുക്കണമെന്ന്. അന്ന് അദ്ദേഹത്തിന്റെ തമാശ കണ്ട് പൊട്ടിച്ചിരിച്ചവരുണ്ട്. പക്ഷെ ഇന്ന് അയാൾ അപകടത്തിൽ മരണപ്പെട്ടു. അള്ളാഹു അയാളുടെ പരലോകത്തിന്റെ അവസ്ഥ എന്താണ് എന്ന്. പക്ഷേ അവിടേക്ക് നാം എന്തുകൊണ്ട് തിരുത്തി കൊടുക്കാൻ സാധിച്ചില്ല എനിക്ക്? കാരണം അന്ന് എനിക്കും അറിവില്ലായിരുന്നു. എന്നാൽ ഇന്നറിയാം എന്താണ് 6 വയസ്സുള്ള പ്രവാചകൻ ഒരു ആയിഷ എന്ന പെൺകുട്ടി വിവാഹം കഴിക്കാറുണ്ടായ കാരണം. നമുക്ക് എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാം? നമുക്കത് പുനർവിചിന്തനം നടത്തണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് ആ കാലഘട്ടത്തിൽ പ്രവാചകൻ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ നീണ്ടുനിന്ന ഒരു സമ്പ്രദായത്തിൽ പോലും 6 വയസ്സായ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന ഒരു പ്രകൃതം ആ നാട്ടിലുണ്ടായിരുന്നു എന്നാണ്, അല്ലേ? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സുള്ള ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്തും വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ചരിത്രമുണ്ട്. എന്ത്?
ആയിഷയെ മറ്റൊരാൾ വിവാഹം ആലോചിച്ചിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ പ്രവാചകനല്ല എന്ന് പറയുന്നത്. അമുസ്ലിമായി ജീവിച്ചിരുന്ന ആ ജാഹിലിയത്തിന്റെ കാലഘട്ടത്തിൽ ആ ആയിഷ റളിയല്ലാഹു അൻഹ അതിന് മുമ്പ് ഒരാൾ കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചിരുന്നു. അവർ പിന്മാറി ഒന്ന് ചോദിക്കട്ടെ എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തത്. അപ്പൊ ആ കാലഘട്ടത്തിൽ നിലനിന്ന സമ്പ്രദായം അതൊരിക്കലും കാലത്തിന്റെ അധീനപ്പെട്ട് ഈ കാലത്ത് നടപ്പിലാക്കേണ്ടതല്ല എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കുലിയാനാണെന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ എത്ര യുദ്ധം ചെയ്തു നോക്കിയാൽ ഒരൊറ്റ യുദ്ധമേ പ്രവാചകൻ നയിച്ചിട്ടുള്ളൂ എന്ന് അത്ഭുതത്തോടു കൂടിയാണ് നാം വായിക്കുന്നത്. ആ പ്രവാചകന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടത് ഒരൊറ്റ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു എന്ന് അറിയുമ്പോഴാണ് ആ പ്രവാചകൻ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. യുദ്ധം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ അധ്യാപനം മനസ്സിലാക്കുമ്പോഴാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിൽ തട്ടി പറയാൻ നമുക്ക് സാധിക്കുക. എങ്കിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിന് വിവാഹം കഴിച്ചു, എന്തിന് യുദ്ധം നയിച്ചു, എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പ്രവർത്തനം ചെയ്തത് എന്നുള്ളത് നാം പ്രമാണങ്ങളുടെ മനസ്സിൽ മാത്രമേ മനസ്സിലാക്കുള്ളൂ. എന്റെ ശബ്ദം കേൾക്കുന്ന പുറമേയുള്ള ഇതര സഹോദരങ്ങളോട് പറയാനുള്ളത്, നാം പ്രവാചകനെ അറിയേണ്ടതുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 5000 വർഷത്തെ പഴക്കമുണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങൾ പാരായണം ചെയ്ത വേദഗ്രന്ഥങ്ങൾക്ക്. അതിലെ ഭാവി പ്രവചനം നടത്തുന്ന ഭവിഷ്യത്ത് പുരാണത്തിൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനത്തെ കുറിച്ച് ഭവിഷ്യത്ത് പുരാണത്തിൽ വ്യാസമുനി മഹർഷി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു നാൾ, ഒരു ഋഷിവര്യൻ നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. ആ ഋഷിവര്യനെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് അന്നുള്ള അനുയായികൾ അന്ന് ഋഷിവര്യനായ ആ ഭവിഷ്യത്ത് പുരാണത്തിൽ പറഞ്ഞ വ്യാസമുനി മഹർഷിയോട് ചോദിച്ചു, ഗുരു സ്വാമി, നമ്മൾ എങ്ങനെയാണ് അയാളെ തിരിച്ചറിയുക? അന്ന് ഭവിഷ്യത്ത് പുരാണത്തിലെ 3-ാം അധ്യായത്തിലെ 3-ാം ഖണ്ഡത്തിൽ 25 മുതലുള്ള ഖണ്ഡത്തിൽ വായിച്ചാൽ അദ്ദേഹം മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ പ്രവാചകന്റെ അനുയായികളുടെ അടയാളങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും. ആ പ്രവാചകൻ, ആ ഋഷിവര്യൻ ചേലാകർമ്മം ചെയ്യുന്നവരായിരിക്കും. ആരാണ് ചേലാകർമ്മം ചെയ്യുന്നത് നമുക്കറിയാം. അവർ താടി നീട്ടി വളർത്തുന്നവരായിരിക്കും. താടി നീട്ടി വളർത്തുന്നവർക്കറിയാം. പന്നിയെ ഒഴികെയുള്ള ബാക്കിയുള്ള മൃഗങ്ങളെ അവർ ഭക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പന്നിയിറച്ചി ഹറാമാണെന്നാണ്. അതാരാണ് നമുക്കറിയാൻ സാധിക്കും, അല്ലെ? മതത്തെ മലിനപ്പെടുത്തുന്ന ആളുകളുമായി യുദ്ധം ചെയ്യുന്നതിനാൽ അവർ മുസ്ലിം നൈതവന്മാരെന്ന് അറിയപ്പെടുമെന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭവിഷ്യത്ത് പുരാണത്തിൽ വ്യാസമുനി മഹർഷി പറഞ്ഞെങ്കിൽ ഈ അടയാളം ഇന്ന് 1400 വർഷങ്ങൾക്ക് ഇപ്പുറം പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളായ മുസ്ലിങ്ങളാണെന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും ഹൈന്ദവ സഹോദരങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൽക്കി അവതാരത്തെയാണ്, കലിയുഗത്തിൽ വരാൻ പോകുന്ന കൽക്കി അവതാരത്തെയാണ്. പക്ഷെ ആ കൽക്കിയുടെ അവതാരത്തെ കുറിച്ച് പറഞ്ഞാൽ പൂർണ്ണമായും പ്രവാചകനിലേക്ക് യോജിക്കുന്നില്ല, മറ്റു ഒരാളിലും യോജിക്കുന്നില്ല. എന്നാൽ അല്പമെങ്കിലും യോജിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. പരിശോധിച്ചാൽ മനസ്സിലാക്കും. അതേപോലെ തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ബൈബിളിലും ഇതേ അവസ്ഥയാണ്. യേശുക്രിസ്തു സത്യാത്മാവ് എന്നാൽ നിങ്ങളെ ന്യായത്തിലേക്ക് നീതിയിലേക്ക് വഴികിടത്തുമെന്ന യേശുക്രിസ്തു തന്റെ അപ്പോസ്തലന്മാരോട് അനുയായികളോട് പറഞ്ഞു, ഞാൻ പോകാഞ്ഞാൽ സത്യാത്മാവ് നിങ്ങൾക്കരികിലേക്ക് വരികയില്ല. അവൻ വന്നാൽ ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. എങ്കിൽ ആ യേശുക്രിസ്തു പഠിപ്പിച്ച സത്യാത്മാവ് അത് പ്രവാചകന് ശേഷം ഈസാ നബി അലൈഹി സ്വലാമിന് ശേഷം വന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എങ്കിൽ ആരാണ് ഈ പ്രവാചകനെന്ന് നാം അറിയേണ്ടതുണ്ട്. ഇന്നത്തെ മതസങ്കുലിതമായ അല്ലെങ്കിൽ മതവർഗീയത വളർന്നു പിടിക്കുന്ന, മതത്തെ ലാക്കായിക്കൊണ്ട് വോട്ട് പിടിക്കുന്ന, മതം മാത്രം ലാക്കാക്കിക്കൊണ്ട് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ മതം എന്താണെന്ന് നമ്മൾ അറിയണം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് നമ്മൾ അറിയണം. ആ പ്രവാചകനെ ഞാൻ പറഞ്ഞതുപോലെ മുൻ വേദഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹൈന്ദവ വേദങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹൈന്ദവ വേദങ്ങളെ പുറമെ ബൈബിളും പരിചയപ്പെട്ടിട്ടുണ്ട്. സെമിറ്റിക് മതങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളങ്ങളെല്ലാം വന്നു നിൽക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ആ പ്രവാചകനെ നമ്മൾ പഠിക്കണം. ആദ്യം മുസ്ലിങ്ങൾ പഠിക്കണം. ആ പ്രവാചകൻ ആരാണ് എന്ന്. എന്നിട്ട് എന്റെ മുസ്ലിം സഹോദരങ്ങളും ആ പ്രവാചകനെ പഠിക്കണം. എങ്കിൽ നിങ്ങൾ അറിയാതെ മനസ്സാക്ഷി തൊട്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞു പോകും, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ആ മുഹമ്മദ് നബി ലോകരക്ഷിതാവായ പടച്ചതമ്പുരാൻ ആ പ്രവാചകൻ ലോകരക്ഷിതാവായ റബ്ബിന്റെ പ്രവാചകനാണ് എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും സഹോദരങ്ങളെ. എങ്കിൽ മുസ്ലിങ്ങളായ സഹോദരങ്ങളോട് ഈ ഒരു സ്വാഗതം അവസാനിപ്പിക്കുന്ന ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രവാചകനെ പഠിക്കണം. ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ ആ ആക്ഷേപം ഉന്നയിച്ചവരെ കൈവെട്ടാനും തലവെട്ടാനുമല്ല, മറിച്ച് പ്രമാണബദ്ധമായി ആരാണ് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ അറിവ് നേടേണ്ടതുണ്ട്. അത് ആണും പെണ്ണും അറിവ് നേടേണ്ടതുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ വലിയ ആയുധമാക്കി വരുമ്പോൾ നമുക്ക് അതിലൂടെ മറുപടി കൊടുക്കാൻ സാധിക്കണം. ആരാണ് എന്റെ പ്രവാചകൻ? കരുണക്കടൽ തന്നെയാണ്, കാരുണ്യത്തിന്റെ ദൂതൻ തന്നെയാണ്.
തന്നെയാണ്, മാതൃകാ പുരുഷൻ തന്നെയാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശിയായി കടന്നു വന്നവനാണ് ആ പ്രവാചകൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ ഇൽമ നമുക്ക് നേടണം സഹോദരങ്ങളെ, സഹോദരിമാരെ. എങ്കിൽ ഇവിടുന്ന് ഈ കേൾക്കുന്ന ഇൽമ, അറിവ് നമ്മൾ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയലല്ല, അല്ലെങ്കിൽ ഒരു ചെവിയിലൂടെ കേട്ട് ഹൃദയത്തിൽ ഉറപ്പിക്കലല്ല, മറിച്ച് ചെവിയിലൂടെ കേട്ട് ഹൃദയത്തിൽ ഉറപ്പിച്ച് അതിന്റെ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഓരോ വിശ്വാസിയും തയ്യാറാകുമ്പോഴാണ് എന്ന ഖുർആനിലെ ആയത്ത് നമുക്ക് യഥാർത്ഥത്തിൽ സാധ്യമാക്കാൻ സാധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വിഷയം ഇന്ന് വിജ്ഞാനവേദി. ഈ വിജ്ഞാനവേദിയിൽ പ്രവാചകൻ കരുണക്കടൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഈ ഒരു പരിപാടി, ഇതിന്റെ ക്ലാസ് എടുക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഹിക്കമിയാണ്. സഹോദരങ്ങളെ, ആരാണ് പ്രവാചകൻ നമ്മൾ അറിയണം, കേൾക്കണം, ഉൾക്കൊള്ളണം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഒറ്റവാക്കിൽ ഈ വേദിയിൽ ഈ ഒരു സദസ്സിലേക്ക് എത്തി എല്ലാവരെയും പടച്ചതമ്പുരാന്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ ക്ലാസ് എടുക്കുവാൻ വേണ്ടി ആസിഫ് അൽ ഹിക്കമിയെ ആദരവും സ്വാഗതം ചെയ്യുകയാണ്.